നമസ്കാരം. ഇന്ത്യ കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പോളിംഗും അവസാനിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ NDA BJP നേതൃത്വത്തിലുള്ള NDA അധികാരം നിലനിർത്തും എന്നുള്ളതാണ് സർവേ ഫലങ്ങൾ എല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. 400 സീറ്റ് നേടും എന്ന അവകാശവാദത്തിലേക്ക് NDAക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു സർവേയിൽ 392 സീറ്റ് വരെ അവർക്ക് ലഭിക്കാമെന്ന് പറയുന്നുണ്ട്. കേരളത്തിലേക്ക് എത്തുമ്പോൾ BJP അക്കൗണ്ട് തുറക്കും എന്നുള്ളതാണ് ഭൂരിഭാഗം സർവേകളിലും പറയുന്നത്. അതിനോടൊപ്പം തന്നെ LDFന് കനത്ത തിരിച്ചടിയും UDF ശക്തമായ മുന്നേറ്റവും ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ 2019 തെരഞ്ഞെടുപ്പ് ഫലവുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ തന്നെയും ഇപ്രാവശ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന് ശക്തമായ UDFന് ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി തന്നെ ഈ സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അവകാശപ്പെടാവുന്നതുമാണ്. നമുക്ക് ചർച്ചയിൽ പങ്കെടുക്കുവാൻ ഒപ്പം ചേരുന്നു നമ്മോടൊപ്പം കേരള കൗമുദിയുടെ രാഷ്ട്രീയകാര്യ ലേഖകൻ അരവിന്ദ് ബാബു. നമസ്കാരം അരവിന്ദ്, സ്വാഗതം. ആദ്യം നമുക്ക് കേരളത്തിലെ കാര്യങ്ങളിലേക്ക് കൊടുക്കാമെന്ന് തോന്നുന്നു അല്ലേ? ഒട്ടുമിക്ക സർവേ ഫലങ്ങളും പറയുന്നത് UDF കേരളത്തിൽ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഏറെക്കുറെയുള്ള ഒരു അനുമാനങ്ങൾക്ക് അനുസൃതമായി അതിനോടൊക്കെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു സർവേ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് തോന്നുന്നില്ലേ? എന്ത് തോന്നുന്നു? തീർച്ചയായും ഭൂരിഭാഗം സർവേകളിലും UDF ഏതാണ്ട് ഒരു 15 സീറ്റിന് മുകളിലേക്കാണ് ഈ ട്രെൻഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. 15 സീറ്റ് മുകളിലേക്ക് UDFന് പോകാനുള്ള ഒരു സാധ്യത വളരെ ഹൈ ആണ്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ തവണ 19 സീറ്റ് UDFന്റെ പോക്കറ്റിലുണ്ടായിരുന്ന 19 സീറ്റിൽ നിന്ന് 4 സീറ്റ് കുറവാണ്. 4 അല്ലെങ്കിൽ 2 സീറ്റ് അല്ലെങ്കിൽ അത്രയും അറ്റൈൻ ചെയ്യാൻ UDFന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ സർവേ ഫലങ്ങൾ കാണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ LDF ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്നായിരുന്നു അവരുടെ നേതൃത്വങ്ങൾ അവകാശപ്പെട്ടിരുന്നത്. തീർച്ചയായും ഏതാണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുമ്പേ, ഒരു മാസം മുമ്പേ പ്രചാരണ പ്രവർത്തനം തുടങ്ങി. നമുക്കറിയാം, നവകേരള സദസ്സ് പോലുള്ള പരിപാടികൾ വന്നു. അതിൻ്റെ പിന്നാലെ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് പരിപാടികൾ വന്നു. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തി അവർ വലിയ രീതിയിൽ പ്രചണ്ഡ പ്രചാരണമാണ് നടത്തിയത്. അതായത് ചരിത്രത്തിലെങ്ങും കാണാത്ത വിധമുള്ള ഭരണത്തിൻ്റെ ഇത് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു അഡ്വാൻറ്റേജ് അല്ല, അവർക്ക് ആ ഒരു അഡ്വാൻറ്റേജും ഉണ്ടായിരുന്നു. ഭരണത്തിലിരിക്കുന്നു എന്ന മുന്നണിയുള്ള ഒരു അഡ്വാൻറ്റേജ് LDFന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗമൊക്കെ നോക്കുമ്പോൾ അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ശക്തമായ ഒരു സാന്നിധ്യം കേരളത്തിൽ അറിയിക്കുവാൻ, അല്ലെങ്കിൽ ഞങ്ങളാണ് ഇവിടെ ഏറ്റവും ആധിപത്യമുള്ള ശക്തി എന്നറിയിക്കുവാൻ ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് CPM-ന് സാധിച്ചു. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം ചിലയിടങ്ങളിലൊക്കെ CPIക്ക് അത് സാധിച്ചില്ല. പക്ഷേ CPM-ന് എല്ലായിടത്തും തങ്ങളുടെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വന്നാൽ അവർ ഈ എല്ലാ കാലത്തിൽ നിന്നും വിഭിന്നമായി ഏറ്റവും മുതിർന്ന നേതാക്കളെ ഫീൽഡ് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. അതായത് എന്ത് വില കൊടുത്തും ഈ സീറ്റുകൾ നമുക്ക് തിരിച്ചു പിടിക്കണം, UDFന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കണം എന്ന് ഉന്നമിട്ട് അവരെ മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കുകയും അപ്പം അത്തരമുള്ള അവരെ മുന്നിൽ നിർത്തിയുള്ള ഒരു പ്രചാരണ തന്ത്രത്തിന് രൂപം നൽകുകയും ഈ പറയുന്ന പോലെ അതായത് പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതിനെ കവർ ചെയ്യത്തക്ക നിലയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയുമായിരുന്നു LDFന്റെ തന്ത്രം. പക്ഷെ അത് എത്രത്തോളം ഫലപ്രദമായി എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്നാൽ എക്സിറ്റ് പോളില് നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് വെച്ചിട്ടാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ രണ്ടാമത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു വികാരമുണ്ട്. അത് ആർക്ക് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്നുള്ളത്. കാരണം UDFന് അതിനെ മുതലാക്കാൻ പറ്റിയിട്ടില്ല. മുതലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ 20 സീറ്റും അവർ ജയിച്ചേനെ. അതേത് വികാരമാണ്? കാരണം ഭരണവിരുദ്ധ വികാരം, ഈ ഭരണവിരുദ്ധ വികാരം അവിടെ LDFനെതിരായ ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് ഈ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് ഒരു സർവേ ഫലത്തിൽ പോലും 0 മുതൽ 3 വരെ നല്ല BJPയുടെ സീറ്റ് എന്നല്ല പറയുന്നത്, 1 മുതൽ 3 വരെ സീറ്റുകൾ BJPക്ക് ലഭിക്കും എന്ന് പറയുന്നു. ഒരു സർവേ ഫലം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. ABP സീ വോട്ടർ എക്സിറ്റ് പോൾ സർവേ പ്രകാരം LDF സംപൂജ്യരാകുമെന്നാണ് പറയുന്നത്. തീർച്ചയായും നമുക്ക് അതിനെ ഉറപ്പിച്ച് വിശ്വസിക്കേണ്ടെങ്കിൽ തന്നെയും അങ്ങനെ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കും. LDFന് സീറ്റ് ഒന്നുമില്ലാതെ വരുന്ന അവസ്ഥ വലിയ തോതിൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ ഒരുപക്ഷെ ബാധിച്ചേക്കാം. പക്ഷേ മുന്നണിക്ക് ഉള്ളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വേണമെങ്കിൽ വിമർശനമുയരാം. പല കാര്യങ്ങളും LDFൽ സംഭവിക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എത്രമാത്രം പാർട്ടി അടിത്തറ എത്രമാത്രം അതിന് ശോഷണം വന്നിട്ടുണ്ട് എന്നറിയണമെങ്കിൽ സമ്പൂർണമായ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നേ മതിയാകൂ. അതുവരെ നമ്മൾ ഈ പറയുന്നതല്ലല്ലോ യാഥാർത്ഥ്യ വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിൽ എന്താണോ നമ്മളുടെ മുന്നിലുള്ളത് അത് വെച്ച് നോക്കിയാൽ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്നാണ് സർവേകൾ പറയുന്നത്.
അതെ, തീർച്ചയായിട്ടും. നമ്മൾ ABP സീ വാട്ടർ എക്സിറ്റ് പോൾ സർവേ പ്രകാരം UDF 17 മുതൽ 19 വരെയും NDA 1 മുതൽ 3 വരെയും സീറ്റ് നേടും എന്നാണ് പറയുന്നത്. LDF സംപൂജ്യരാകുമെന്ന് 0 സീറ്റ് ആയിരിക്കും അവരുടെ നേട്ടം എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, കേരളത്തിൽ കോൺഗ്രസ് മറ്റൊരു സർവേ ഫലത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്ക് 13 മുതൽ 14 വരെയും സഖ്യകക്ഷികൾ 4 സീറ്റും നേടും എന്നാണ് പറയുന്നത്. അത് 2 കേരള കോൺഗ്രസിൻ്റെ സീറ്റുണ്ട്, 2 മുസ്ലിം ലീഗിൻ്റെ സീറ്റുണ്ട്, 1 RSPയുടെ സീറ്റുമുണ്ട്. അപ്പോൾ 4 ഘടകകക്ഷികളും വിജയം നേടും. കോൺഗ്രസ് 13 മുതൽ 14 വരെ സീറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 17-18. അതെ, അവിടെ നമ്മൾ കാണേണ്ട ഒരു വലിയ കാര്യം ഈ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്ന് ഈ ട്രെൻഡ്, അതായത് ഇപ്പോഴത്തെ എക്സിറ്റ് പോള് വെളിപ്പെടുത്തുന്നതാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അപ്പോൾ അതിനെ മുതലെടുക്കാൻ കോൺഗ്രസിന് കഴിയാതിരുന്നത് കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യത്തിന്റെ പ്രശ്നമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതിലൂന്നിയുള്ള ചർച്ചകൾ നടത്തേണ്ടി വരും. കാരണം 14 ഈ അത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏറ്റവും ജാഗരൂകരായി, അതായത് ഇത്തവണ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെയാണ് കോൺഗ്രസ് ഫീൽഡിൽ ഇറങ്ങിയത്. അവർക്ക് പണത്തിന്റെ ഒരു അപര്യാപ്തത ഉണ്ടായിരുന്നു എന്നതൊഴിച്ച് സ്ഥാനാർത്ഥികളൊക്കെ മികച്ചതായിരുന്നു. അവസാന നിമിഷം ചില മാറ്റങ്ങൾ ഉണ്ടായതും നമ്മൾ കണ്ടതാണ്. എന്നിട്ട് പോലും അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും അവർക്ക് സമാഹരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സംഘടനാ തലത്തിൽ അവർക്ക് വലിയ ദൗർബല്യമുണ്ട്. സംഘടനാ തലത്തിലെ ദൗർബല്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിച്ചു എന്ന് നമുക്ക് കരുതേണ്ടി വരും. മറു സൈഡിൽ BJPയുടെ കാര്യം എടുത്താൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കാൻ വകയുള്ളത് അവർക്കാണ്. കാരണം അവര് ഈ കേരളത്തിൽ പ്രയോഗിച്ച രാഷ്ട്രീയ തന്ത്രങ്ങളൊട്ടൊക്കെ ഫലം കണ്ടു എന്നാണ് ഈ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. പത്മജയുടെ മാറ്റമടക്കം അവര് മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും പിന്നെ ക്രിസ്ത്യൻ സമുദായത്തെ BJPയിലേക്ക് ആകർഷിക്കുന്നു, ന്യൂനപക്ഷ സമുദായത്തെ ആകർഷിക്കുന്ന ഒരു തന്ത്രം അവർ മുന്നോട്ട് വെച്ചിരുന്നു. ഇതൊക്കെ സച്ച് ഈ രാഷ്ട്രീയമായി അവർക്ക് ഗുണം ചെയ്തു എന്ന് നമ്മൾക്ക് ഈ ഫലം അവർക്ക് അനുകൂലമായി വന്നാൽ നമ്മൾ വിലയിരുത്തേണ്ടി വരും. പക്ഷെ നമ്മൾ അന്തിമ ഫലത്തിന് കാത്തിരിക്കുകയാണ്. നിലവിലെ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. ടൈംസ് നൗവിന്റെ സർവേ റിസൾട്ട് അനുസരിച്ച് തൃശ്ശൂരിൽ വിജയം BJPക്ക് ആയിരിക്കുമെന്നാണ്, സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായും തൃശ്ശൂരിൽ എല്ലാ മുന്നണികളിലും നാരോ മാർജിനാണ് പറയുന്നത്. ആരും ഒരു വലിയ മേൽക്കൈ ആരുടെയും വിലയിരുത്തലിൽ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ തൃശ്ശൂർ പൂരം സംബന്ധിച്ചൊരു വലിയ വിഷയം അവിടെ ഉണ്ടാകുകയും അത് തെരഞ്ഞെടുപ്പിനെ ഏതൊക്കെ തരത്തിൽ അഫക്റ്റ് ചെയ്തു എന്നുള്ളത് വലിയ പിന്നെ ചർച്ചയാകും വരുന്ന ആളുകളിൽ. അതായത് BJP തൃശ്ശൂരിലാണ് അക്കൗണ്ട് തുറക്കുന്നതെങ്കിൽ വലിയ ചർച്ച അവിടെ ആ വിഷയത്തിന്മേലുണ്ടാവും. എങ്ങനെയാണ് ആ വോട്ട് ശതമാനം BJPക്ക് അവിടെ കൂടിയത്, എത്ര ശതമാനം മറ്റു മുന്നണികളുടെ വോട്ടുകൾ BJPയിലേക്ക് വന്നു എന്നതിനെ ആശ്രയിച്ചാവും രാഷ്ട്രീയത്തിന്റെ ഗതി. അവിടെ BJP ജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമുക്ക് തീർച്ചയായും കരുതേണ്ടി വരും. കാരണം ഒരു ഏകദേശം ഒരു 5 മുതൽ 10% വരെ വോട്ട്, അല്ലെങ്കിൽ 10% എങ്കിലും ക്രിസ്ത്യൻ വോട്ട് കിട്ടാതെ BJP സുരേഷ് ഗോപിക്ക് ജയിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ ആഹ്ലാദത്തിന് വക നൽകുന്നത് BJPക്കാണ്. ഈ പിന്നെ എക്സിറ്റ് പോളുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം BJPയുടെ വോട്ട് ഷെയർ ഒറ്റയടിക്ക് 27% പോകുന്നു. അവിശ്വസനീയമാണ്. അത് തെരഞ്ഞെടുപ്പ് ഫലമാണ് അത് തെളിയിക്കേണ്ടത്. ഇപ്പം നിലവിൽ എക്സിറ്റ് പോളുകളാണ്. 27% BJPയുടെ വോട്ട് ഷെയർ പോകുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ BJPക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് രൂപപ്പെടുന്നു. അത് ഭാവിയിൽ അവർക്ക് ഗുണം ചെയ്തേക്കാം എന്നാണ് അതിന്റെ പൊളിറ്റിക്കൽ ഔട്ട്കം. അപ്പോൾ നമ്മൾ അത് ഇപ്പോൾ ആ സച്ച് ഈ പിന്നെ എക്സിറ്റ് പോളുകളുടെ ഇതനുസരിച്ചിട്ട് BJPക്കാണ് ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കാൻ വകയുള്ളത്. എല്ലാവരും ഉറ്റുനോക്കുന്നതാണ് തൃശ്ശൂരിന്റെ കാര്യവും. തൃശ്ശൂർ നമ്മൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നത് ജാതിമത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ യുവാക്കൾ, ഒപ്പം തന്നെ സ്ത്രീകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും എന്നുള്ളതായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സർവേ ഫലം ശരിയാകുന്ന, അല്ലെങ്കിൽ ഇത് ശരിയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് എന്നുണ്ടെങ്കിൽ അത് സത്യമായിരിക്കുന്നു അല്ലേ? തീർച്ചയായും. അത് തീർച്ചയായും അങ്ങനെയാണല്ലോ. കാരണം തൃശ്ശൂരിലും തിരുവനന്തപുരത്തും അവർ വലിയ രീതിയിൽ അച്ചടക്കത്തോടെയും ചിട്ടയോടെയുള്ള ഒരു പ്രചാരണം നടത്തി. ആറ്റിങ്ങലിൽ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആറ്റിങ്ങൽ അതിന് നമുക്ക് രണ്ടാമതായി പരിഗണിക്കാം. പക്ഷേ ഈ 2 മണ്ഡലങ്ങളിലും
അവർ വളരെ ചിട്ടയോടെ വളരെ അച്ചടക്കത്തോടെ കൃത്യമായ സ്ട്രാറ്റജി ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ വിജയം കാണുന്നു. മറു സൈഡിൽ നമ്മൾ പിന്നെ ഇപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. CAAയിൽ ഊന്നിയായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രചാരണം. അത് മുഖ്യമന്ത്രി CAAയിൽ ഊന്നിയുള്ള പ്രചാരണമാണ് മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തി LDF നയിച്ചത്. അതിനെ മുഖവിലക്കെടുക്കാൻ കേരളത്തിലെ ജനത അല്ലെങ്കിൽ ന്യൂനപക്ഷം തയ്യാറായില്ല എന്നുകൂടി നമ്മൾ ഈ എക്സിറ്റ് പോളിൽ നമ്മൾ ഇങ്ങനെ വന്നാൽ, തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇങ്ങനെ വന്നാൽ അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് വ്യാഖ്യാനിച്ചേ പറ്റൂ. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലം പ്രകാരം കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും. തിരുവനന്തപുരത്തെ അവരുടെ സീറ്റ് BJPക്ക് ആയിരിക്കും. അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ അവരുടെ സർവേ ഫലം അനുസരിച്ച് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായും അതല്ല ഞാൻ പറഞ്ഞത്. ശശി തരൂർ എന്ന് പറയുന്ന ഒരു വിശ്വപൗരൻ ഇമേജുള്ള ഒരാളോട് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPയുടെ കേന്ദ്രമന്ത്രിയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കളത്തിൽ അവർക്ക് എതിർ സ്ഥാനാർത്ഥിയായി അവർ അവതരിപ്പിച്ചത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ വോട്ട് ഷെയർ, അതായത് 3 ലക്ഷത്തിൽ പരം വോട്ടുകൾ BJPക്ക് ഉണ്ടായിരുന്നു. അത് പ്ലസ് എന്നുള്ള ഒരു സ്ട്രാറ്റജിയായിരുന്നു BJP മുന്നോട്ട് വെച്ചത്. ആ തരത്തിലായിരുന്നു അവരുടെ പ്രവർത്തനം. അടിത്തട്ടിൽ അടക്കമുള്ള വളരെ ചിട്ടയോടെയുള്ള പ്രവർത്തനം. പിന്നീട് ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ സഹായം കൂടി വേണം BJPക്ക് ജയിക്കാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ ലിയോ മുമ്പ് പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങൾ വ്യാപകമായി BJPക്ക് അനുകൂലമായൊരു നിലപാട് കേരളത്തിൽ സ്വീകരിക്കുന്നു. അതെ അതെ തീർച്ചയായിട്ടും അതൊരു വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവകാശവാദം ഈ ജയിക്കുന്ന നേതൃത്വത്തിന് അതല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന് അവകാശപ്പെടാനുണ്ടാകുമോ ഈ ന്യൂനപക്ഷങ്ങളുടെ? തീർച്ചയായും പിന്നെ ഉണ്ടാകുമല്ലോ. കാരണം പല തവണയായി ഇപ്പോൾ ഇവിടുത്തെ മേജർ ആർച്ച് ബിഷപ്പ് വന്നപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി മോദിയെ സന്ദർശിച്ചിരുന്നു. ക്രൈസ്തവ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതൊക്കെ ചെയ്തിരുന്നു. അവരുടെ പല വിഷയങ്ങളും അവരുടെ പ്രശ്നങ്ങളും കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ അവതരിപ്പിച്ചു. അതിലൊരു കേന്ദ്ര നേതൃത്വത്തിനൊരു പങ്ക് അവകാശപ്പെടാവുന്നതാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, അതായത് നിലവിലെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഫലമായാണോ BJPക്ക് ഈ ഇത്തരത്തിൽ ഒരു വിജയം പിന്നെ കിട്ടിയത്? ആ വോട്ടുകൾ ഇനി BJPക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെടുമോ? ഇതൊക്കെ അറിയണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് കൃത്യമായ വോട്ടിന്റെ ശതമാന കണക്കുകളും മറ്റും നോക്കിയാൽ മാത്രമാവും. മറ്റൊന്ന് എനിക്ക് യുവാക്കൾ ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാർ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന മണ്ഡലമാണെന്ന് തോന്നുന്നു തിരുവനന്തപുരം. അതുപോലെ തന്നെ അർബൻ പോപ്പുലേഷനും കൂടുതലുള്ള വോട്ടർമാരും കൂടുതലുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. ഇവിടെ അതുകൊണ്ട് തന്നെ ഒരു വികസനോന്മുഖ കാഴ്ചപ്പാടുമായി തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിറഞ്ഞു നിന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയ രാജീവ് ചന്ദ്രശേഖർ ഈ കൂട്ടരെ യുവ വോട്ടർമാരെ കൂടുതൽ സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ, അല്ലേ? കൂടുതൽ തൊഴിലവസരം, കൂടുതൽ IT മേഖലയിൽ ഉണർവ്, ഇതൊക്കെ വാഗ്ദാനം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് അദ്ദേഹം. തീർച്ചയായും. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അത്തരത്തിലൊരു സ്ട്രാറ്റജി തന്നെയാണ് BJP മുന്നോട്ട് വെച്ചത്. യുവ വോട്ടർമാരെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അതിലൊക്കെ തൊട്ടാണ് BJPയുടെ പ്രവർത്തനം മുന്നോട്ട് പോയത്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിലാകെ പോളിംഗ് ശതമാനത്തിൽ ഒരു കുറവ് അനുഭവപ്പെട്ടിരുന്നു. അത് തീർച്ചയായും എങ്ങനെയാവും ഈ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും? അത് ഏത് തരത്തിലാവും ഈ എക്സിറ്റ് പോളുകൾ ഇപ്പോൾ ഈ സർവേ ഫലങ്ങൾ അതിനെ എങ്ങനെയാവും വിലയിരുത്തിയിട്ടുണ്ടാവുക എന്നൊക്കെയുള്ളത് ഒരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ നിലവിലുള്ള ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ അവിടെ LDF വോട്ടുകൾക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടി വരും. LDF വോട്ടുകൾ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഫലമായി LDFലെ അണികൾ തന്നെ വോട്ട് ചെയ്യാൻ മടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ മടിച്ചിരുന്നോ എന്നൊക്കെയുള്ള കാര്യം നമ്മൾ പൂർണ്ണമായും ആ തരത്തിലേക്ക് ചർച്ചകൾ നീങ്ങേണ്ട ഒരവസ്ഥയുണ്ട്. രണ്ടാമത് BJPക്ക് ഏതൊക്കെ ഘടകങ്ങളാണ് വോട്ട് കിട്ടാനുള്ള? ഞാൻ പ്രധാനമായും കാണുന്ന ഈ ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കാൻ കോൺഗ്രസിന് പൂർണ്ണമായും കഴിഞ്ഞില്ലെന്നും അത് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടെന്നും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ട വോട്ടുകൾ BJPയിലേക്ക് വന്നു. പ്ലസ് ഈ നിങ്ങൾ പറഞ്ഞതുപോലെ പുതിയ വോട്ടർമാർ ഒരു പക്ഷേ BJPക്ക് അനുകൂലമായി ചിന്തിച്ചു കൂടാഴുകയില്ല. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളാണ് കേരളത്തിൽ BJPക്ക് അനുകൂലമായൊരു ട്രെൻഡ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഈ എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുക. മറ്റൊരു ഫാക്ടർ കൂടി എങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടാകണം. കാരണം കേരളത്തിൽ ജയിപ്പിച്ച് വിടേണ്ടത് ഭരണത്തിൽ പങ്കാളിത്തമുള്ളവരെ ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത മലയാളികളുടെ മനസ്സിലും കടന്നു വന്നിട്ടുണ്ടോ? ഈ എക്സിറ്റ് പോൾ സർവേ ഫലം ഏതെങ്കിലും തരത്തിൽ
സത്യമാകാൻ സാധ്യതയുണ്ടെങ്കിൽ എങ്ങനെ തോന്നുന്നു അത്? തീർച്ചയായും ആ തരത്തിലുള്ള ഒരു ചിന്ത പോകുന്നതിൽ, അത്തരത്തിലൊരു ചിന്ത ഡെവലപ്പ് ചെയ്ത് വരുന്നതിൽ തെറ്റൊന്നുമില്ല. മലയാളികൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ എന്താണ്? അതിനകത്ത് ഒരു തെറ്റുമില്ല. കാരണം ഭരണത്തിൽ പങ്കാളികളാവരെ നമ്മൾ ഇവിടുന്ന് ജയിപ്പിക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ കാണുന്ന ഒരു പ്രധാന സാധനം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വോട്ടാണ് ഇപ്പോൾ. അല്ലെങ്കിൽ BJP അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഭരണത്തിൽ പങ്കാളികൾ ആവുന്നവരെ ജയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ട്രെൻഡാണെങ്കിൽ BJP കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സംഖ്യ കേരളത്തിൽ നിന്ന് നേടേണ്ടതുണ്ടല്ലോ. എന്തായാലും പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊരു ഓർഗാനിക് ഗ്രോത്ത് സാധാരണഗതിയിൽ അവർ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും അവർ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പക്ഷേ പിടിച്ചാൽ എത്താത്ത കുറേയേറെ മണ്ഡലങ്ങളുണ്ട്. തീർച്ചയായും ഒരു 3-4 മണ്ഡലങ്ങളിലാണ് അവർക്കൊരു ശക്തമായ സേ ഉള്ളതായി, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണമുള്ളതായി കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. തിരുവനന്തപുരമാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും. തൃശ്ശൂർ രാഷ്ട്രീയമായിട്ടുള്ള അടിത്തറ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. അവിടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് അത്രയേറെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചതെന്നാണ് അവിടെയുള്ള മാധ്യമപ്രവർത്തകർ പറയുന്നത്. കാരണം അത്തരത്തിൽ ഉള്ള ഒരു സ്വഭാവമുള്ള തൃശ്ശൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ BJPയുടെ ഒരു കാൻഡിഡേറ്റ് ഇത്രയേറെ ശക്തമായ ഭീഷണി മറ്റുള്ളവർക്ക് ഉയർത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേച്ചർ, കാരണം അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് തന്നെയാണ് അതിൽ പ്രധാനമായി. കഴിഞ്ഞ തവണ അദ്ദേഹം അവിടെ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം അവിടെ തന്നെ തുടരുകയും തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ BJP കൊയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തെ അവിടുന്ന് പിന്മാറ്റാതെ അവിടെ തന്നെ കേന്ദ്രീകരിക്കുകയും അദ്ദേഹത്തെ വീണ്ടും അവിടെ ജോലി ചെയ്യാൻ അനുവദിക്കുകയും അദ്ദേഹത്തെ രാഷ്ട്രീയ പ്രവർത്തനം, അവിടെ സംഘടനാ പ്രവർത്തനം നടത്താൻ അനുവദിക്കുകയും ചെയ്ത ആ ഒരു സ്ട്രാറ്റജിയാണ് BJP മുന്നോട്ട് വെച്ചത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കട്ടെ എന്ന് കൂടി കരുതി ഉള്ള ഒരു സ്ട്രാറ്റജിയായിരുന്നു BJPയുടെ. പക്ഷേ അവസാന നിമിഷം നമുക്കറിയാവുന്ന പോലെ വടകരയിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും തലയെടുപ്പുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന K മുരളീധരൻ അവിടെ തൃശ്ശൂർ വരികയും അവിടെ പോരാട്ടം അസാധാരണ രീതിയിലേക്ക് മാറുകയും ചെയ്തു. അവിടെ സുനിൽകുമാർ എന്ന് പറയുന്ന ജനകീയനായ ഒരു CPI നേതാവ്, മുൻ മന്ത്രിയൊക്കെ ആയിട്ടുള്ള CPI നേതാവ് ഇടതു മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നു. സുരേഷ് ഗോപി കഴിഞ്ഞ 10 വർഷം, അതായത് കഴിഞ്ഞ 5 വർഷം, ഈ 5 വർഷക്കാലവും അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. മറുവശത്ത് മുരളീധരൻ, അതായത് സ്വന്തം തട്ടകം എന്ന് അവകാശപ്പെട്ട് മുരളീധരൻ അവിടെ വരുന്നു. കോൺഗ്രസ് പാർട്ടി മുരളീധരനെ നിയോഗിക്കുന്നു. അപ്പം ഇത് വലിയ പ്രവചനാതീതമായ ഒരു മത്സരം തന്നെയാണ് അവിടെ നടത്തിയത്. പക്ഷേ ഈ പറയുന്നത് പോലെ BJP അവിടെ ജയിക്കാൻ സാധിച്ചാൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം BJPക്ക് അനുകൂലമായി വന്നിട്ടുണ്ടോ? മറ്റൊരു പോയിന്റിലേക്ക് കൂടി ഞാൻ വിരൽ ചൂണ്ടുകയാണ്, മുരളീധരൻ പറഞ്ഞ കാര്യത്തിലേക്ക്. അതായത് തൃശ്ശൂരിൽ CPM-ഉം BJP-യും തമ്മിൽ നീക്കുപോക്കുകളുണ്ടായി എന്നുള്ള ഒരു ആരോപണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. വോട്ടുകളുടെ ഒരു അടിയൊഴുക്ക് BJP-യിലേക്ക് പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അവിടെ അവിശുദ്ധ നീക്കങ്ങൾ പലതും നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നീക്കുപോക്കുകൾ നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും കരുവന്നൂർ പോലെ വലിയ പ്രശ്നങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള, ഇപ്പോൾ ചാലക്കുടി മണ്ഡലത്തിലാണ് കരുവന്നൂരെങ്കിലും തൊട്ടടുത്തുള്ള തൃശ്ശൂർ മണ്ഡലത്തിലേക്കും പാലക്കാടേക്കുമൊക്കെ ആലത്തൂരേക്കുമൊക്കെ അതിൻ്റെ ഒരു അലയൊലികൾ വരുമല്ലോ. അപ്പോൾ തൃശ്ശൂർ BJP-യുടെ ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരെ ഇതിനിടയ്ക്ക് ED വിളിപ്പിക്കുകയും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വെല്ലുവിളി CPM നേരിടുകയും ചെയ്തു. ഇതിനു ശേഷമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് തൃശ്ശൂർ SP വഴിവിട്ട രീതിയിൽ എല്ലാവരോടും തട്ടിക്കയറുന്നതും, അല്ലെങ്കിൽ ഈ പൂരം അലങ്കോലമാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നു എന്ന വിമർശനം കിട്ടിയത് തൃശ്ശൂർ SP-ക്കായിരുന്നു. അപ്പോൾ SP-ക്ക് എങ്ങനെയാണ് ആ ധൈര്യം കിട്ടിയത് എന്നുള്ളത് അന്ന് വലിയ ചർച്ചയായിരുന്നു. അതിന് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ടോ എന്ന തരത്തിലേക്ക് പോലും ആ ചർച്ചകളെ കൊണ്ടെത്തിക്കുന്ന ഒരു സ്വഭാവം അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ഈ തരണത്തിലാണ് മുരളീധരൻ അങ്ങനെ ഒരു വാദം CPM-ഉം BJP-യുമായി അവിടെ ഒരു അന്തർധാര രൂപപ്പെട്ടെന്നും അത് തനിക്കെതിരായി പ്രവർത്തിച്ചെന്നും, എന്നാൽ അതിനെ മറികടന്ന് താൻ ജയിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ പ്രവചനാതീതമായി ഇപ്പോൾ എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ വന്ന ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരം, തൃശ്ശൂരും മറ്റൊരു മണ്ഡലവും, അത് ആറ്റിങ്ങലാവാം, ഒരു പക്ഷേ അത് ആലപ്പുഴയുമാവാം. ഈ 2 മണ്ഡലങ്ങളിലും സാധ്യതയുണ്ട്. അപ്പോൾ ഏത് മണ്ഡലമാണ് ഈ മൂന്നാമത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു വ്യക്തത വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലത്തിന് കാത്തിരിക്കേണ്ടി വരും. ഇനി നമുക്ക്
വളരെ ശക്തമായ ഒരു മത്സരം ആണ് തമിഴ്നാട്ടിലൊക്കെ നടന്നത്. തമിഴ്നാട്ടിലും നോക്കുമ്പോൾ തമിഴ്നാട്ടിലെ 39 ലോക്സഭാ സീറ്റുകളിൽ DMK 20 മുതൽ 22 വരെ സീറ്റ് നേടുമെന്നാണ് DMKയുടെ ശക്തമായ മുന്നേറ്റമാണ് അവിടെ പ്രവചിക്കുന്നത്. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നതാണ് ഇത്. 20 മുതൽ 22 സീറ്റ് വരെ DMK സഖ്യം നേടും എന്നാണ് പറയുന്നത്. സഖ്യകക്ഷിയായ കോൺഗ്രസ് 6 മുതൽ 8 വരെ സീറ്റ് നേടുമെന്നും അവർ പറയുന്നുണ്ട്. BJPക്ക് 1 മുതൽ 4 സീറ്റ് വരെ നേടാനാകുമെന്നാണ് സർവേ ഫലം പറയുന്നത്. 2019 കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ തമിഴ്നാട്ടിൽ NDA സഖ്യത്തിന് 12% വോട്ട് വിഹിതം വർദ്ധിക്കുമെന്ന് പറയുന്നു. അത് വലിയൊരു, അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. അത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മളെടുത്ത് പരിശോധിച്ചാൽ അണ്ണാ DMK എന്ന് പറയുന്ന ഒരു കക്ഷി നേതാവില്ലാത്ത അവസ്ഥയിലാണ്. ആ അണ്ണാ DMK രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും പന്നീർശെൽവവും മറ്റും നേതാക്കൾ തമ്മിലുള്ള ഒരു അടിയും ഇതൊക്കെ കണ്ടതാണ്. ആ സ്പേസിലേക്കാണ് BJP പ്ലേസ് ചെയ്യപ്പെട്ടതെന്നും അവരുടെ വോട്ട് BJPയിലേക്ക് ഒട്ടൊക്കെ ഒഴുകിയിട്ടുണ്ടെന്നും ഈ സർവേ ഫലത്തിലൂടെ ഇപ്പം നമുക്ക് വ്യാഖ്യാനിക്കാം, ഇപ്പം നിലവിലെ അവസ്ഥ വെച്ചിട്ട്. അപ്പോൾ ഈ BJPക്ക് എന്തുകൊണ്ടും വോട്ട് ഷെയർ കൂടുകയും സീറ്റിൻ്റെ എണ്ണം കൂടുകയും തെക്കേ ഇന്ത്യയിൽ സീറ്റിൻ്റെ എണ്ണം കൂടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടും BJPയുടെ രാഷ്ട്രീയമായ വളർച്ചയ്ക്ക് അവർക്ക് ഏറ്റവും വലിയ ആശാവഹമായ ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ അവർ നേടിയെടുത്തിരിക്കുന്നത്. കൃത്യമായ ചിട്ടയോടെയുള്ള പ്രവർത്തനത്തിലൂടെ പുതിയൊരു മുഖത്തെ തമിഴ്നാട്ടിൽ അവതരിപ്പിക്കുകയും നിലവിലുള്ളവരെയൊക്കെ പിന്നോട്ട് തള്ളി പുതിയൊരു മുഖത്തെ അവതരിപ്പിച്ച് അവർ കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശം കൊടുത്താണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പോൾ അണ്ണാ DMKയുടെ ഒരു സ്പേസ് BJP ഉപയോഗപ്പെടുത്തി, ആ ഉപയോഗപ്പെടുത്തിയതിലൂടെ BJPക്ക് കുറേയേറെ വോട്ടുകൾ സമാഹരിക്കാൻ അവിടെ ആയിട്ടുണ്ടെന്നുള്ളതാണ് ഈ പിന്നെ എക്സിറ്റ് പോളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ആ സച്ച് വ്യക്തമാകുന്നത്. സർവേ ഫലം പറയുന്നത്, അല്ലെങ്കിൽ എക്സിറ്റ് പോൾ സർവേ ഫലം പറയുന്നത്, കർണാടകയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP സഖ്യത്തിന് തിരിച്ചടി നേരിട്ടു. ആ തിരിച്ചടിക്ക് അവർ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പകരം വീട്ടിയിട്ടുണ്ട് എന്നാണ് എക്സിറ്റ് പോൾ സർവേ ഫലം പറയുന്നത്. അവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്നാണ് എക്സിറ്റ് പോൾ സർവേ അനുസരിച്ച് അറിയാൻ കഴിയുന്നത്. 23 മുതൽ 25 വരെ സീറ്റുകൾ NDA നേടിയേക്കും എന്നാണ് അവർ പറയുന്നത്. JDSന് 2 മുതൽ 3 സീറ്റ് വരെ ലഭിക്കും. കോൺഗ്രസ് 3 മുതൽ 5 സീറ്റിലേക്ക് ഒതുങ്ങും എന്നാണ് പറയുന്നത്. അവിടുത്തെ നിയമസഭ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. നിലവിൽ ഈ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വലിയ മാർജിനൽ അധികാരത്തിൽ വരികയും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പെട്ടെന്ന് വോട്ടിംഗ് പാറ്റേൺ മാറി BJPക്ക് അനുകൂലമാവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ? കുടിവെള്ള പ്രശ്നങ്ങളൊക്കെ വലിയ തോതിൽ കർണാടകയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ടോ? മറിച്ച് കോൺഗ്രസ് കണക്ക് കൂട്ടിയ പോലെ പ്രജ്വൽ രേവണ്ണയുടെ വിഷയമോ, അല്ലെങ്കിൽ BJPക്കുള്ളിലെ ഈശ്വരപ്പയെ പോലെ വലിയ സീനിയർ നേതാക്കൾ BJP നേതൃത്വത്തിനെതിരെ കലഹിച്ച് പുറത്തുപോയി അവർ മത്സരിച്ചിരുന്നു. പക്ഷേ അതൊന്നും അവിടെ സംഘടനാ തലത്തിൽ BJPക്ക് പ്രശ്നമായി വന്നില്ല. അതിനെയെല്ലാം അവരുടെ പ്രചണ്ഡ പ്രചാരണം കൊണ്ടും പിന്നെ ഒരു നരേന്ദ്രമോദി എഫക്റ്റ് കൊണ്ടും അതിനെ മറികടന്നു എന്നാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോളിലൂടെ നമുക്ക് ഈ ഫലപ്രഖ്യാപനത്തിലൂടെ നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത്. ബംഗാളിലും BJP മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത്. അവർ 25 സീറ്റ് വരെ അവിടെ നേടും. കഴിഞ്ഞ പ്രാവശ്യം 18 സീറ്റായിരുന്നു. ആ സീറ്റ് വീതം വർദ്ധിപ്പിക്കും. തൃണമൂലിനെ മറികടന്ന് അവർ മുന്നേറും എന്നാണ് ഒട്ടുമിക്ക അഭിപ്രായ സർവേകളും പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും ഒരു ഭരണവിരുദ്ധ വികാരം, എനിക്ക് തോന്നുന്നു തൃണമൂൽ സർക്കാർ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷമായി ആ ഒരു വികാരം തന്നെ ആയിരിക്കണം ഈ സർവേ ഫലം ശരിയാവുകയാണ് എന്നുണ്ടെങ്കിൽ, അത് ഒറിജിനൽ റിസൾട്ടിലേക്ക് പ്രതിഫലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലേ? തീർച്ചയായും തൃണമൂലിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരം BJP അത് വോട്ടിലൂടെ നേടിയെങ്കിൽ ഇപ്പോഴും CPMനെ വോട്ടർമാർ അവിശ്വസിക്കുന്നു എന്നുകൂടി നമുക്ക് അവിടെ കരുതേണ്ടി വരും. കാരണം CPM അവിടെ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്ന, അല്ലെങ്കിൽ അവരുടെ സംഘടനാ സംവിധാനമൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. എന്നാൽ അവർക്ക് അതിനെ ക്യാഷ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഭരണവിരുദ്ധ വികാരത്തെ, തൃണമൂൽ മമതയുമായി വലിയ പിന്നെ വാഗ്വാദങ്ങൾ, രാഷ്ട്രീയ വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ പോർമുഖം CPM അവിടെ തുറന്നിരുന്നു. പ്രത്യേകിച്ച് ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയ അധീർ രഞ്ജൻ ചൗധരി അത് പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തു. മമതയെ വിശ്വസിക്കാനാവില്ല, ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന മമതയെ വിശ്വസിക്കാനാവില്ല, അതുകൊണ്ട് തന്നെ പിന്നെ CPMൻ്റെ കൂടെ CPMൻ്റെ സഖ്യമാണ് നല്ലത് എന്നുള്ള നിലയിൽ അവിടെ അധീർ രഞ്ജൻ ചൗധരി പരസ്യമായി ആ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ മറുവശത്ത് BJP ആ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റി. അവർക്ക് അവിടെ സീറ്റുകൾ കൂടുതൽ ലഭിക്കുന്നു, വോട്ട് ഷെയർ കൂടുന്നു. അപ്പോൾ ഈ പറയുന്ന ഈ നമ്മൾ കാണുന്ന 3 സംസ്ഥാനങ്ങളിലും ഇപ്പോൾ പറഞ്ഞ കേരളത്തിലായാലും കർണാടകത്തിലായാലും ബംഗാളിലായാലും 3 സംസ്ഥാനങ്ങളിൽ അവർക്ക് ഈ ഭരണവിരുദ്ധ വികാരം അവർ സ്പ്ലിറ്റ് ചെയ്ത് അവരതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്ന ഒരു ലെവലിലേക്കാണ് BJP
ഇപ്പോൾ നിൽക്കുന്നത്. ഈ എക്സിറ്റ് പോളുകൾ അത് ആ തരത്തിലാണ് അതിൻ്റെ ഒരു പാറ്റേൺ, അവരുടെ വെളിപ്പെടുത്തലിൻ്റെ പാറ്റേൺ വരുന്നത്. രാജ്യതലസ്ഥാനത്തേക്ക് വരുമ്പോൾ അവിടെയും NDA നേട്ടമുണ്ടാക്കും, തൂത്തുവാരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ശക്തമായ 2019 ഡൽഹിയിൽ 7 സീറ്റിലും വ്യക്തമായ ആധിപത്യം പുലർത്തിയ NDAയെ പരാജയപ്പെടുത്താൻ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിനും സാധിക്കില്ല എന്നാണ് നിലവിൽ പുറത്തുവരുന്ന ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെയും വളരെ ശക്തമായ മുന്നേറ്റം അവരുണ്ടാക്കും എന്നാണ് പറയുന്നത്, അല്ലേ? അതെ അതെ. ജൂൺ 4-ന് ഇന്ത്യ സഖ്യം തന്നെ വിജയിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. പക്ഷേ ഈ അഭിപ്രായ സർവേകൾ എന്തെങ്കിലും സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഇന്ത്യ മുന്നണിക്ക് വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കൊക്കെ വേദിയായ ഒരു സ്ഥലമാണ് ഡൽഹി. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു, അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങി പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഡൽഹിയിൽ മാത്രമല്ല പഞ്ചാബിലും അദ്ദേഹം പ്രചാരണം നടത്തുന്നു. പിന്നെ പ്രധാനമന്ത്രി പദം തനിക്ക് ആവശ്യമില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം സന്ദേശം കൊടുക്കുന്നു. ഇന്ത്യ സഖ്യത്തിൻ്റെ വിജയം മാത്രമാണ് എന്ന് പറയുന്നു. പക്ഷേ ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ വോട്ടർമാരത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാവാം ഈ പിന്നെ ഇത്തരത്തിലുള്ള ഒരു എക്സിറ്റ് പോൾ വരാനുള്ള കാര്യം എന്ന് നമുക്ക് കരുതേണ്ടി വരും. നമ്മൾ വളരെ BJPയുടെ ശക്തി കേന്ദ്രമായി ഉത്തർപ്രദേശിലേക്ക് പോകുമ്പോൾ 80-ൽ 62 സീറ്റ് നേടിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോൾ അത് 69 മുതൽ 71 സീറ്റ് വരെ നേടും എന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത്. NDA, BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഉത്തർപ്രദേശിൽ. തീർച്ചയായും അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, യോഗി ഭരണത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അതായത് വലിയ ഗുണ്ടാരാജ് നിലനിർന്ന ഒരു സംസ്ഥാനമാണ് BJP, ഉത്തർപ്രദേശ്. അപ്പോൾ അതിനെ തച്ചുടയ്ക്കത്തക്ക നിലയിലേക്ക് യോഗി ഭരണം അവിടെ പ്രവർത്തിക്കുകയും, മറുവശത്ത് കോൺഗ്രസ് SP സഖ്യം ഫലപ്രദമായില്ല എന്ന് നമ്മൾക്ക് കരുതേണ്ടി വരും. ആ സഖ്യം അവർ പിന്നെ പ്രഖ്യാപിച്ചെങ്കിലും അടിത്തട്ടിലെ ഉള്ള വോട്ടർമാർ അതിനെ അംഗീകരിക്കാതിരുന്നു എന്ന് നമുക്ക് കാണേണ്ടി വരും. അവിടെ വേറൊരു കാര്യങ്ങളുണ്ട്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സംഘടനാ ദൗർബല്യത്തിൻ്റെ ഒരു നേർചിത്രമാണ് UPയിൽ കാണുന്നത്. കാരണം സംഘടന ശക്തമല്ലാതെ പിന്നെ സഖ്യം പ്രഖ്യാപിക്കുകയും, ഒരു കാലത്ത് കോൺഗ്രസ് UP ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കക്ഷിയാണ്. പക്ഷേ കുറേ നാളുകളായി, പതിറ്റാണ്ടുകളായി ഇപ്പോൾ BJPയുടെ കൈവശം ഇരിക്കുന്നിടത്ത് അവർക്ക് സംഘടനാപരമായി ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ സംഘടനയെ ശക്തിപ്പെടുത്തുന്ന തലത്തിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വന്നില്ല എന്നുള്ളത് UPയിലെ പരാജയം, ഇന്ത്യ മുന്നണിയുടെ പരാജയത്തിന് ഒരു കാരണമായി പറയാവുന്നതാണ്. ഇന്ത്യ സഖ്യം നേരത്തെ അവകാശപ്പെട്ടിരുന്നത് അവിടെ ശക്തമായ മുന്നേറ്റം അവർ നടത്തും, UPയിൽ NDA, BJP ഒക്കെ തകർന്നടിയും എന്നൊക്കെയാണ് അവർ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ആ അവകാശവാദങ്ങൾ ഈ സർവേ ഫലം ശരിയാണ് എന്നുണ്ടെങ്കിൽ തകർന്നു പോകും. തീർച്ചയായും UPയിൽ BJPയുടെ സീറ്റ് കുറയ്ക്കും, ഒരു 40-ലേക്ക് എത്തിക്കും എന്നൊക്കെയായിരുന്നു ഇന്ത്യ മുന്നണിയുടെ അവകാശവാദങ്ങൾ. പക്ഷേ അത്തരത്തിലാണ് അവരുടെ സഖ്യം പിന്നെ സഖ്യത്തിലായത്. പിന്നെ സമാജ്വാദി പാർട്ടിയുമായി അവിടെ സഖ്യത്തിലായത്, SP-യുമായി. പക്ഷേ നമ്മൾ കണ്ടതാണ് ഈ വാർത്തകളിലൊക്കെ വലിയ തോതിലുള്ള ആളുകൾ കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും യോഗങ്ങളിലേക്ക് എത്തുന്നു, അവിടെ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാകുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷേ ഇതൊന്നും വോട്ടിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കാൻ, ആ ജനക്കൂട്ടത്തെ വോട്ടിലേക്ക് മാറ്റാൻ, കൺവേർട്ട് ചെയ്യാൻ കോൺഗ്രസിനോ SP-ക്കോ അവിടെ സാധിച്ചില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ എക്സിറ്റ് പോളുകളുടെ ഒരു ട്രെൻഡ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. എനിക്ക് തോന്നുന്നു മറ്റ് സർവേ ഫലങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കത് കിട്ടേണ്ടതുണ്ട്. കുറേയേറെ സംസ്ഥാനങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായ മുന്നേറ്റം NDA സഖ്യമുണ്ടാക്കും. ബീഹാറിലും മധ്യപ്രദേശിലും ഹരിയാനയിലും ഒക്കെ തന്നെ അവരുടെ സാന്നിധ്യമായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹിന്ദി ഹൃദയഭൂമി ഇക്കുറിയും NDAയ്ക്ക് ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായും. അതായത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തിയതിൽ ഇവിടെ പ്രതിപക്ഷ കക്ഷികൾക്കെല്ലാം നിർണായകമായൊരു പങ്കുണ്ട്. പക്ഷേ ആ സഖ്യം ഏത് തരത്തിൽ ജനങ്ങൾ നോക്കി, അല്ലെങ്കിൽ ആ സഖ്യത്തെ ഏത് തരത്തിലാണ് ജനങ്ങൾ വ്യാഖ്യാനിച്ചത്, അവരതിനെ ഉൾക്കൊണ്ടോ എന്ന് പറയുന്ന ഒരു ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പുറത്തേക്ക് വന്നത്. രണ്ടാമത്, കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം രാജ്യവ്യാപകമായി ഒരു ദുർബലാവസ്ഥയിലാണെന്നും അതിനെ ശക്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ഭാരത് ജോഡോ പോലെയുള്ള വലിയ യാത്രകൾ കോൺഗ്രസ് സംഘടിപ്പിച്ചു. പക്ഷേ അതിനെ താഴെ തട്ടിലേക്ക് എത്തിക്കാൻ, അതായത് ഒരു യാത്രയുടെ ഒരു സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ മൂഡ്, അത് താഴേക്ക് ഈ താഴെ തട്ടിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനോ അതിനെ വോട്ടാക്കി മാറ്റാനോ കോൺഗ്രസിന് കഴിയാതിരിക്കുന്നത് ഈ പറയുന്ന സംഘടനാ ദൗർബല്യം അവരെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അതിനെ കോൺഗ്രസ് മറികടന്നാൽ മാത്രമേ, അതിനെ മറികടക്കുകയും കൃത്യമായ സഖ്യങ്ങൾ രൂപപ്പെടുത്തുകയും കൃത്യമായ സ്ട്രാറ്റജികൾ വെച്ച് വർക്ക് ചെയ്യുകയും ചെയ്താലല്ലാതെ BJPയെ പരാജയപ്പെടുത്താൻ
സമീപ ഭാവിയിൽ കോൺഗ്രസിനാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഒരു കാരണവശാലും വിഷയങ്ങളില്ലാതില്ല, NDAക്ക് എതിർപ്പില്ലാതില്ല. നമ്മൾ നോക്കുമ്പോൾ ഒട്ടേറെ സമരങ്ങൾ ഇനിയും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്, കർഷക വിഷയം ഇനിയും കത്തി ഉയരാൻ സാധ്യതയുണ്ട്, ഗ്രാമപ്രദേശങ്ങളിലെ അതൃപ്തി ഇനിയും വിഷയമായി വരാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ പണപ്പെരുപ്പവും വിലക്കയറ്റവും വളരെയേറെ വലിയ വിഷയമായി ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ മുന്നിലുള്ളപ്പോഴും ഈ വിഷയങ്ങളിലെ പ്രതിഷേധത്തെ വോട്ടാക്കി മാറ്റുവാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുന്നില്ല, കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിനേക്കാൾ വളർച്ച സാധ്യതയുള്ള പാർട്ടിയായി ആം ആദ്മി പാർട്ടി രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്, അല്ലേ? ഇപ്പോൾ ഡൽഹി ആണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും പരിശോധിക്കുമ്പോൾ അവരുടെ ശക്തമായ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുണ്ട്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ BJP കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ തന്നെയും. അപ്പോൾ പക്ഷേ ഒരു ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഇപ്പോൾ നമ്മൾ ഈ വോട്ടർമാരുമായി സംസാരിച്ച് സർവേകൾ കണ്ടെത്തിയ കുറേയേറെ കാരണങ്ങൾ ഉണ്ട്, കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഐക്യമില്ലായ്മ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയായി എന്നാണ് പറയുന്നത്. അത് വലിയൊരു തോതിൽ ശരിയാണ്. നമ്മുടെ ചർച്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് ആ കാര്യം. NDA സഖ്യത്തിലെ പാർട്ടികൾ ഒരു സംസ്ഥാനത്തും പരസ്പരം മത്സരിക്കാതെ പരമാവധി വോട്ടുകൾ നേടി എന്ന് പറയുന്നുണ്ട് NDA സഖ്യം. പക്ഷേ ഇന്ത്യ സഖ്യത്തിലെ പല കക്ഷികളും പരസ്പരം മത്സരിക്കുന്നുണ്ട്, അല്ലേ? കേരളത്തിൽ നോക്കുക. അതാ ഞാൻ പറഞ്ഞത്, ജനങ്ങൾ ഇതിനെ എങ്ങനെ വിലയിരുത്തി, ജനങ്ങൾ എങ്ങനെയാണ് ഒരു സഖ്യത്തെ വിലയിരുത്തുന്നത് എന്നതിനനുസരിച്ചായിരിക്കാം ഈ വോട്ടുകൾ വരുന്നത്. അതാണല്ലോ കൃത്യമായും കെട്ടുറപ്പില്ലാത്ത ഒരു മുന്നണി സംവിധാനമായി ജനങ്ങൾക്ക് ഇതിനെ തോന്നിക്കാണും. വിശ്വസനീയതയില്ലാത്ത അല്ലെങ്കിൽ പരസ്പരം മത്സരിക്കുന്ന, പരസ്പരം പോരടിക്കുന്ന കക്ഷികളെ ഒരു മുന്നണിയിൽ ഉൾപ്പെടുത്തി അവരെങ്ങനെയാ ഈ മുന്നണിക്ക് വോട്ട് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു വിലയിരുത്തൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. സ്ഥിരതയുള്ള ഒരു സർക്കാർ വേണമെങ്കിൽ BJPയെ തന്നെ വീണ്ടും ജയിപ്പിക്കണം എന്നുള്ള തലത്തിലേക്കും ജനങ്ങൾ ചിന്തിച്ചു കാണാം. പിന്നെ നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും UPയിലടക്കമുള്ള സംസ്ഥാനങ്ങൾ രാമക്ഷേത്രം BJPക്ക് ഒരു കൃത്യമായ വോട്ട് നേടിക്കൊടുക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചു. പക്ഷെ ചർച്ചകളിലെങ്ങും അത് വന്നില്ല. BJPയുടെ ഒരു പ്രചാരണത്തിന്റെ സ്വഭാവം ആദ്യം തൊട്ടേ പല രീതിയിൽ മാറി മറിയുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ ഇലക്ഷൻ പ്രചാരണം അവർ നേരിട്ടത് വികസനം, പിന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ പറഞ്ഞാണെങ്കിൽ കുറച്ചുകൂടി അങ്ങോട്ട് മാറിയപ്പോൾ അവർ വേറെ തരത്തിലുള്ള അജണ്ടയിലേക്ക്, ഇപ്പോൾ മറ്റ് അജണ്ടയിലേക്ക് അവർ കടന്നു. ഇപ്പോൾ വർഗീയമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫേസസ് മാറുന്നതിനനുസരിച്ച് തീർച്ചയായും ഓരോ പ്രചാരണ ഘട്ടത്തിലും അവർ ഓരോ തന്ത്രങ്ങൾ പുറത്തെടുത്താണ് ജനത്തിനെ പിന്നെ അഭിസംബോധന ചെയ്യുകയും മറ്റും ചെയ്ത് പ്രധാനമന്ത്രി അടക്കമുള്ളവർ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ വളരെ ഹോംവർക്ക് ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങി എന്നുള്ളത് തന്നെ. അത് അവർക്ക് വലിയ ഗുണം ചെയ്തു. മറ്റൊന്ന്, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നന്നായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കർണാടകത്തിലും തെലങ്കാനയിലും കേരളത്തിലും NDAയുടെ സ്ഥിതി മെച്ചപ്പെടുത്തുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയെന്നാണ് പറയപ്പെടുന്നത്. മോദി സർക്കാരിനെതിരെ ഇന്ത്യ മുന്നണി നടത്തിയ പ്രചാരണം ജനങ്ങളിലേക്ക് എത്തിയില്ല. ബംഗാളിലും ഡൽഹിയിലും സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചു. അങ്ങനെ ഒരു നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഡൽഹിയിലും ജാർഖണ്ഡിലും ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിനെതിരെ അത്തരത്തിലുള്ള വികാരം ഉയർന്നു വരുമ്പോൾ ഏകവ്യക്തി നിയമം അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്നും പറയുന്നുണ്ട്. താഴെ തട്ടിലേക്ക് എത്തിയ കേന്ദ്ര സർക്കാർ പദ്ധതികളും അവർക്ക് വലിയ തോതിൽ വോട്ടൊരുക്കി എന്നാണ് പറയുന്നത്. കാരണം പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യ മുന്നണി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് പിന്നെ കഴിഞ്ഞ തവണ 42 സീറ്റുകളിലേക്ക് ഒതുങ്ങിയ കോൺഗ്രസ് ഇത്തവണ സീറ്റുകൾ വർദ്ധിപ്പിക്കും. അപ്പോൾ ഏതാണ്ട് ഒരു 150 സീറ്റുകളോട് അടുപ്പിച്ച് പിന്നെ ഇന്ത്യ മുന്നണി നേടുകയും കോൺഗ്രസ് അതിൽ നിർണായകമായൊരു സീറ്റ് വിഹിതം കൈയാളുകയും ചെയ്യും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. കാരണം ബീഹാറിലും മറ്റ് സഖ്യകക്ഷികൾ മത്സരിച്ച ഈ UPയിലുമൊക്കെ തിരിച്ചടി നേരിടുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നത് ഈ കോൺഗ്രസ് അല്ല, സഖ്യകക്ഷികളാണ്. അപ്പോൾ സഖ്യകക്ഷികൾക്ക് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി അവിടുന്ന് കിട്ടുകയും എന്നാൽ കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം ഉയരാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്കിലും സാധാരണക്കാരിലേക്ക് നോക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ ജനങ്ങൾ തന്നെ പറഞ്ഞ ഒരു സംഭവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മെച്ചപ്പെടുത്താൻ സാധിച്ചു. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നാണ് സർവേ ഫലങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ്. അതായത് ഗ്യാസ് കണക്ഷനുള്ള വീടുകളുടെ എണ്ണം കൂടി, വൈദ്യുതി കണക്ഷനുള്ള വീടുകളുടെ എണ്ണം കൂടി, കുടിവെള്ളം എത്തുന്ന വീടുകളുടെ എണ്ണം കൂടി, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നല്ല വീട്ടിലേക്ക് ജനങ്ങൾക്ക് മാറുവാൻ സാധിച്ചു. ഒട്ടേറെ പേർക്ക് വീട്
ലഭിച്ചു, അതുപോലെ തന്നെ ഒട്ടേറെ പേർക്ക് തൊഴിൽ ലഭിച്ചു. ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ മുന്നിൽ വെച്ച് അവലോകനം ചെയ്യുമ്പോൾ അവർ അതായിരിക്കും ചോദിക്കുന്നത്, എനിക്കെന്ത് ഗുണം കിട്ടി ഈ സർക്കാരിൻ്റെ ഭരണത്തിൽ? ഗുണം കിട്ടിയെങ്കിൽ അവർ തന്നെ തുടരുന്നതിൽ എന്താണ് ദോഷം എന്നവർ ചിന്തിച്ചു എന്നാണ് പറയുന്നത്. ഈ സാധാരണ ഗ്രാമങ്ങളിലേക്കൊക്കെ തന്നെ, ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ച് ഒട്ടേറെ റിപ്പോർട്ടർമാർ നടത്തിയ കണ്ടെത്തലുകളാണ് ഇത്. എങ്കിലും ഇനിയും ഒട്ടേറെ വിഷയങ്ങൾ ജനങ്ങളുടേതായി പരിഹരിക്കപ്പെടുവാനുണ്ട് എന്നാണ് പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച കർഷകരുടെ വിഷയം, കുറേയേറെ മേഖലകളിൽ തൊഴിൽ പ്രശ്നം, ഇപ്പോഴും തൊഴിലില്ലായ്മ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി അന്തരം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക അന്തരം അർബൻ മേഖലയിൽ, നഗരമേഖലകളിലൊക്കെ ജീവിക്കുന്നവർ വലിയ രീതിയിൽ സമ്പാദിക്കുമ്പോൾ ഗ്രാമീണ മേഖലകളിലുള്ളവരുടെ വരുമാനം കുറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് അത്രമേൽ മുകളിലേക്ക് വരാൻ സാധിക്കാത്തത് അവരുടെ ഒരു അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ, അതുപോലെ തന്നെ വിലക്കയറ്റം, ഇന്ധന വില വർധനവ്, ഇതൊക്കെ വരും കാലങ്ങളിൽ ഒരു ചലഞ്ചായി എനിക്ക് തോന്നുന്നു എൻഡിഎക്ക് മുന്നിൽ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ പല സർക്കാരുകളും തുടർഭരണങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭരണവിരുദ്ധ വികാരം എൻഡിഎ ഇതുവരെ ബാധിച്ചില്ല. പക്ഷേ ഇനി അവർ നേരിടാൻ പോകുന്ന വലിയൊരു പ്രശ്നം അതായിരിക്കും. ഏകാധിപത്യ രീതിയിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതും ഒരു വെല്ലുവിളിയാണ്. അത്തരത്തിലേക്ക് പോകാതിരുന്നാൽ അവർക്ക് കൊള്ളാം. അത്തരത്തിലേക്ക് പോയാൽ അത് ഇന്ത്യ മുന്നണിക്ക് കയ്യിൽ കിട്ടുന്ന ഒരു ആയുധമായിരിക്കും ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ന് നമുക്ക് ഊഹിക്കാം, അല്ലേ? തീർച്ചയായും. അതായത് ഇനി വരുന്ന ഡീലിമിറ്റേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ മണ്ഡലങ്ങൾ കൂടുകയും സൗത്ത് ഇന്ത്യയിൽ മണ്ഡലങ്ങൾ കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറും. അത് ഒന്നുകൂടി അവർക്ക് ഗുണമായാണ്, എൻഡിഎക്ക് ഗുണമായാണ് വരിക. കാരണം സംഘടനാ സംവിധാനമോ അല്ലെങ്കിൽ പ്രത്യേക കെട്ടുറപ്പില്ലാത്ത മുന്നണികളുടെ ഒരു കൂട്ടമോ ആയി ഇന്ത്യ മുന്നണി നിലനിൽക്കുന്നിടത്തോളം കാലം അവിടെ, അതായത് വടക്കേ ഇന്ത്യയിൽ മണ്ഡലങ്ങൾ കൂടുന്നത് എപ്പോഴും ഈ എൻഡിഎക്ക് അനുകൂലമായാണ് വരിക. പക്ഷേ നിലവിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളെ, കർഷകരുടെ പ്രശ്നങ്ങളെ, തൊഴിലില്ലായ്മയെ, പണപ്പെരുപ്പത്തെ ഒക്കെ ഇവർ മുഖവിലക്കെടുത്ത് അതിനനുസരിച്ച് ഇവർ ഉയർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇവർക്കൊരു തിരിച്ചടി ഭയക്കുന്നു. രണ്ടാമത് ഉള്ള ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് ഏകീകൃതമാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അത് ഏത് തരത്തിൽ അത് പ്രവർത്തിക്കപ്പെടും, അതിനെ എങ്ങനെയാവും പ്രതിപക്ഷം നേരിടുക എന്നുള്ള ഒരു ചോദ്യവും ഇനി ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇത്തരത്തിലാണ് പുറത്തു വരുന്നതെങ്കിൽ ആ ചോദ്യവും വലിയ ശക്തമായി ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തുകയാണ്. പിന്നെ ഒന്ന് രണ്ട് വർത്തമാനങ്ങൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് പ്രസ്താവനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നുമുണ്ടായത് ന്യൂനപക്ഷങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. രാജ്യം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അവിടെ ഹൈന്ദവർ മാത്രം അല്ല, എല്ലാവരും ഏക മനസ്സോടെ ഒരുമിച്ച് സന്തോഷത്തോടുകൂടി കഴിയേണ്ടതാണ് ഈ രാജ്യം. ഏതെങ്കിലും ഒരു വിഭാഗത്തെ അസംതൃപ്തരാക്കിക്കൊണ്ട് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അങ്ങനെ പാടില്ല, ഏത് സർക്കാർ വന്നാലും. ഇനിയിപ്പോൾ എൻഡിഎ സർക്കാർ ഇതിനിപ്പോൾ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി പറഞ്ഞ പ്രസ്താവനകളാണെങ്കിൽ അത് തിരുത്തി എല്ലാവരെയും ഒരേ മനസ്സോടെ ഉൾക്കൊണ്ട്, എല്ലാവരുടെയും മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ട് ഒറ്റ രാജ്യം ഒരു ജനത എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെയും പ്രതിഷേധങ്ങളും അതിനോടൊപ്പം തന്നെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷവും രാജ്യത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ഇതിനെയൊക്കെ വലിയ വെല്ലുവിളികളാണ് ഇനി അധികാരത്തിൽ വരാനിരിക്കുന്ന എൻഡിഎ സർക്കാരിനെ. ഇപ്പോൾ എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ എൻഡിഎ സർക്കാർ അധികാരത്തിൽ വന്നാൽ വലിയ വെല്ലുവിളികൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. അതിനെയൊക്കെ അവർ തരണം ചെയ്യണമെങ്കിൽ അവർ കൃത്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങി, കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയും എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം പുറത്തിറക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ അവർ രാഷ്ട്രീയമായി പിന്നെ തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് ഇവിടെ ഈ പറയുന്നത് പോലെ അത്തരത്തിലുള്ള ഒരു വർഗീയ പ്രചാരണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ജാതിമത അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങൾ കൊണ്ടോ ഒന്നും തെക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അവർക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യമില്ല. അതിന് പകരം വികസനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചാവണം അവരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ കേന്ദ്രീകരിക്കേണ്ടതെന്നും ഈ പറയുന്ന പോലെ അവർ ഏത് തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചത് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിൽ മാത്രമേ അവർക്ക് കേരളത്തിൽ യഥാർത്ഥത്തിൽ അവരുടെ രാഷ്ട്രീയ സാധ്യത വർദ്ധിപ്പിക്കാനും അതിനെ വോട്ടാക്കി മാറ്റാനും പറ്റുകയുള്ളൂ. അതെ, തീർച്ചയായിട്ടും. മറ്റൊന്ന്, കർണാടകയിൽ പ്രജ്വൽ രേവണ്ണ ജയിക്കും എന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത്. പല അത്ഭുതങ്ങളും ഈ തെരഞ്ഞെടുപ്പ് ഫലം കാത്തുവച്ചിട്ടുണ്ട്. എന്തായാലും ഈ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരും. തീർച്ചയായും 4-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത്. അതുവരെ നമുക്ക് കാത്തിരുന്നേ മതിയാവൂ. പക്ഷേ തിരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ, എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ എല്ലാം എൻഡിഎക്ക്, ബിജെപിക്ക് അനുകൂലമാണ്. വരുന്ന 4-ാം തീയതി
കൗമുദി TV-യിലൂടെ തിരഞ്ഞെടുപ്പ് ഫലം അപ്പോൾ തന്നെ ഏറ്റവും വേഗത്തിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിക്കൊണ്ടുള്ള ചർച്ചകളും ഉണ്ടായിരിക്കും അന്ന് രാവിലെ 8 മുതൽ എന്ന് തന്നെ പറഞ്ഞുകൊള്ളട്ടെ. തത്സമയം നിങ്ങളിലേക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ എത്തിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞുകൊള്ളുന്നു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത അരവിന്ദ് ബാബുവിന് നന്ദി. നമസ്കാരം.